ലോകത്തിലെ ഏറ്റവും വലിയ നാസ്തികരുടെ സമ്മേളനം എന്ന രീതിയിലാണ് എസൻസ് ഗ്ലോബൽ എന്ന് പറയുന്ന സംഘടന ലിറ്റ്മസ് എന്ന് പറയുന്ന ആനുവൽ മീറ്റിംഗ് നടത്തുന്നത്. എല്ലാ തവണയും അതിൽ പങ്കെടുക്കുന്ന റിസോഴ്സ് പേഴ്സൺ ആയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. ഞാൻ എസൻസ് എന്ന് പറയുന്ന സംഘടനയുടെ ഭാഗം കൂടിയാണ്. നിർഭാഗ്യവശാൽ ഇന്നലെ കുറച്ച് സമയം പരിപാടി ഒന്ന് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഒരു വ്യക്തിയുടെ കയ്യിൽ തോക്ക് കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. പോലീസ് വരുന്നു. തസ്ലീമ നസ്രീൻ അടക്കം പങ്കെടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ആ പരിപാടിക്കിടെയാണ് ഇത് കണ്ടെത്തുന്നത്. പക്ഷേ പോലീസ് സൂക്ഷ്മ പരിശോധനയ്ക്കൊക്കെ ശേഷം പരിപാടി പുനരാരംഭിക്കുന്നു. രാത്രി 8:30 എല്ലാ പരിപാടികളും അവസാനിപ്പിച്ച് പരിപാടി തീർക്കുന്നു. വളരെ സക്സസ്ഫുൾ ആയിരുന്നു. 6000-7000 ആളുകൾ പങ്കെടുത്ത പരിപാടിയാണ് ഇന്നലെ നടന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ അടുത്ത് സംസാരിക്കവെയാണ് എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു ടാഗ് ലൈനിൽ കുറച്ച് ആളുകൾ വളരുന്നുണ്ട്, വർദ്ധിക്കുന്നുണ്ട്. അതിൽ താങ്കൾ ചെറിയൊരു അസ്വസ്ഥത അങ്ങനെയല്ല, താങ്കൾക്ക് സ്വാഭാവികമായി അതിലൊരു അഭിപ്രായമുണ്ട്. വ്യക്തിപരമായി ഞാൻ എക്സ് മുസ്ലിംസിൽ ഞാൻ കാണുന്നൊരു ഒബ്സർവേഷൻ, ഈ ആരിഫ് ആയിക്കൊള്ളട്ടെ, ഇവരെല്ലാവരും എൻ്റെ സുഹൃത്തുക്കൾ കൂടിയാണ്. അപ്പോൾ ഞാൻ ചെറുപ്പം മുതലേ കണ്ടും കേട്ടും വളർന്ന ആളുകളൊക്കെയാണ് ജബ്ബാർ മാഷിൻ ഉൾപ്പെടെയുള്ള ആളുകൾ. അപ്പം എക്സ് മുസ്ലിം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഏതെങ്കിലും തരത്തിൽ ക്രൈസ്തവ മതമോ ഹിന്ദു മതമോ ഇടുന്ന പോലെയല്ല. ഒരു വ്യക്തി ഇസ്ലാം മതം ഉപേക്ഷിക്കുന്ന ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ധാരാളമായി ഉണ്ട്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് എക്സ് മുസ്ലിം എന്ന് ഐഡന്റിഫൈ ചെയ്യപ്പെടുകയും ധാരാളമായുള്ള ആളുകൾ ആ മതം ഉപേക്ഷിക്കുന്നുണ്ട് എന്നൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമായി എക്സ് മുസ്ലിം എന്ന് ഉപയോഗിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അതാണ് അവർ ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. ഈ വിഷയത്തിൽ താങ്കളുടെ ഒരു ഒബ്സർവേഷൻ എന്താണ്? അല്ല, ഇതിപ്പം പരസ്പരം ചേരാത്ത 2 ഗ്രൂപ്പുകളാണ് അവർ ചേർന്ന് പോയത്. അവർക്ക് യോജിക്കാൻ മറ്റ് ഘടകങ്ങളുണ്ടാവാം. കാര്യം 2 പേര് ഇതിനകത്ത് വരുന്നുണ്ട്. ഒന്ന് നിരീശ്വരവാദികൾ അല്ലെങ്കിൽ യുക്തിവാദികൾ എന്ന് പറയുന്നത്. നിരീശ്വരവാദികൾ എന്ന് പറയുന്നത് യുക്തിവാദത്തിന് അതിനകത്തൊരു ഒരു 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 ചേർച്ചയില്ലാത്തതാണ്. അവർ യുക്തിപരമായിട്ടല്ല വാദിക്കുന്നത്, അവർ നിരീശ്വരവാദികളാണ്. ഞങ്ങൾക്ക് ഈശ്വരനിൽ വിശ്വാസമില്ല. അപ്പോൾ അവർ ഞാനും റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് നിരീശ്വരവാദികൾ എന്ന് പറഞ്ഞാൽ. ഈശ്വരന് വിശ്വസിക്കുന്നത് പോലെ തന്നെയാണ് വിശ്വസിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരാൾക്കുണ്ട്. പിന്നെ ഈ എക്സ് മുസ്ലിം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരു ചെറിയ കോംപ്ലിക്കേഷൻ വരുന്നത്, ഇദ്ദേഹം പറഞ്ഞ മാതിരി ഈ മുസ്ലിം മതം ഉപേക്ഷിച്ച് വരുന്നവർക്ക് ഒരു ത്രെട്ട് ആ മതത്തിനകത്ത് നിന്ന് തന്നെ ഉണ്ട്. ഇപ്പം ഹിന്ദു മതത്തിൽ ഇപ്പം എൻ്റെ അടുത്ത് നീ എന്തുകൊണ്ട് അമ്പലത്തിൽ പോയില്ല എന്നോ എന്തിനു പോയി എന്നോ നമ്മുടെ ആരും ചോദിക്കാറില്ല. ദാറ്റ് ഈസ് യുവർ വിൽ ആൻഡ് വിഷ്. ഇപ്പോൾ നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലൊക്കെ ഒത്തിരി ആൾക്കാർ, എനിക്ക് തോന്നുന്നു 40% പേര് അവർ മതത്തിലുള്ളവരല്ല. മതം ഉപേക്ഷിച്ചൊന്നും പറയുന്നില്ല. അവർ മതത്തിന്റെ കാര്യങ്ങളിൽ അവർ ആക്റ്റീവ് അല്ല. പല പള്ളികളും വിൽക്കുന്നു എന്നും അതെല്ലാം ഷോപ്പിംഗ് മാളാക്കി മാറ്റുന്നു എന്നൊക്കെ പറയുന്നുള്ള വാർത്തകൾ യൂറോപ്പിൽ നിന്ന് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ജനിച്ചതിനെല്ലാം നാശം ഉണ്ടാകും എന്നുള്ള, ജനിച്ചതെല്ലാം നശിക്കും. അതുപോലെ ഓരോന്നിനും നശിക്കേണ്ടതായ സൈക്കിളുകൾ വരുമ്പോഴത്തേക്ക് അത് നശിക്കും. ഇപ്പോൾ ഹിന്ദുമതം സനാതനം എന്ന് പറയുന്നത് അത് ഒരിക്കലും നശിക്കില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. അത് ഞാൻ ഇന്നാരുടെ മകനായിട്ട് ജനിച്ചു പോയതുകൊണ്ട് ഞാൻ ഈ മതത്തിൽ വന്നെന്നല്ല. അതായത് ഞാൻ ഈ മതത്തിനെ പറ്റി പഠിച്ചു, ഞാൻ ഇഷ്ടപ്പെട്ടു, ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മതമല്ല. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അവർ ജനിച്ചു പോയ മതത്തിൽ അവർ വിശ്വസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇത് ആ ഒരു മതം വിട്ടതിന് ശേഷം ആ ടാഗ് ലൈൻ ഉപയോഗിക്കുന്നതിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് യോജിപ്പില്ല. കാര്യം ഞാൻ നാളെ ഹിന്ദുമതം ഉപേക്ഷിച്ച് ഞാൻ എക്സ് ഹിന്ദു എന്ന് പറഞ്ഞ് നടക്കേണ്ട കാര്യമില്ല. നമ്മളൊരു ഫേമസ് ആയിട്ടുള്ളൊരു നടിയെ വിവാഹം കഴിച്ചു, നമ്മൾ ആ നടിയെ ഡിവോഴ്സ് ചെയ്യുന്നു, ഞാൻ ഇന്നാളുടെ എക്സ് ഹസ്ബൻഡ് ആണെന്ന് പറഞ്ഞ് ഞാൻ നടക്കേണ്ട കാര്യമില്ല. കാര്യം അത് എൻ്റെ ഐഡൻറ്റിറ്റിക്ക് ഒരു കുറവായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മതം ഉപേക്ഷിച്ചവർ ഈ ടാഗ് ലൈൻ ഉപയോഗിക്കുന്നതിനോട് നമുക്ക് വ്യക്തിപരമായിട്ട് ഉപയോഗിക്കുന്നു, പക്ഷേ എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ റീസൺ അവർ തന്നെ പറയണം. പക്ഷെ ഇത് രണ്ടും കൂടെ ഒരിക്കലും യോജിക്കുന്നില്ല. കാര്യം ഈ മുസ്ലിം മതം ഉപേക്ഷിച്ചവർ അവർ നിരീശ്വരവാദികളായോ എന്നുള്ള കാര്യം പറയുന്നില്ല. അവർ ഇസ്ലാം മതത്തിനകത്തുള്ള വൈരുദ്ധ്യങ്ങളെപ്പറ്റി മാത്രമേ പറയുന്നുള്ളൂ. അവർ നിരീശ്വരവാദികളാണെന്ന് ഒരിക്കലും പറയുന്നില്ല. ഞാൻ കേട്ടിടത്തോളം, ഞാൻ ജബ്ബാർ മാഷിനെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളാണ്, ആരിഫ് ഹുസൈനെയും സ്ഥിരമായിട്ട് കേൾക്കുന്നത്, ജാമിദ ടീച്ചറെയും, എല്ലാവരെയും ഞാൻ ഇതൊക്കെ സ്ഥിരമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവരാരും നിരീശ്വരവാദികളാണെന്ന് പറയുന്നില്ല. ആരിഫൊക്കെ വളരെ വ്യക്തമായി കൃത്യമായി അവർ ഉപയോഗിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നതും എൻ്റെ വായനയാണ്. എൻ്റെ വായനയെന്ന് മാത്രമല്ല, ഈ ജാമിദ ടീച്ചർ തലയിൽ തട്ടമിട്ടുകൊണ്ട് നടന്ന സമയത്തും അറിയാം. അതിനുശേഷം എക്സ് മുസ്ലിം എന്നുള്ള ഐഡന്റിറ്റിയിൽ അറിയപ്പെട്ടപ്പോഴും ജാമിദ ടീച്ചറിനെ എനിക്ക് വ്യക്തിപരമായി അറിയാം. തട്ടമിട്ട് നടന്നപ്പോൾ വിശ്വാസിയായി, എന്നാൽ ഇസ്ലാം മതത്തിലെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഒരു വ്യക്തി എന്ന രീതിയിലായിരുന്നു അവർ വന്നിരുന്നത്. പിന്നീട് മനസ്സിലാവുന്നു മതം തന്നെയാണ് ഇറ്റ്സെൽഫ് പ്രശ്നമെന്ന് മനസ്സിലാക്കുകയും പൂർണ്ണമായും അർത്ഥത്തിൽ മതം ഉപേക്ഷിക്കുകയും
അവർ മതത്തിനെതിരെ സംസാരിക്കുകയും മതം ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ മതത്തിന്റെ ഉൽപ്പന്നമായ ദൈവത്തെയും ഉപേക്ഷിക്കുന്നുണ്ട് അവർ. അതിനുശേഷമാണ് അവർ എക്സ് മുസ്ലിം. കാര്യം അതൊരു ഐഡന്റിറ്റി അവർ ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഒരു ഇസ്ലാം മതം ഉപേക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ഇസ്ലാം മതം മറ്റേതെങ്കിലും ഒരു മതത്തെ പോലെയല്ല, കുറച്ചുകൂടി സംഘടിതമാണ്, കുറച്ചുകൂടി കൺസർവേറ്റീവ് ആണ്. അതിൽ നിന്ന് വിട്ടുമാറിപ്പോകുന്ന ആളുകൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന സോഷ്യൽ എക്സ്ക്ലൂഷൻ അല്ലെങ്കിൽ സാമൂഹ്യപരമായ ഒറ്റപ്പെടുത്തൽ ത്രെട്ടുകൾ വളരെ കൂടുതലായതുകൊണ്ട് നമ്മളൊരു കൂട്ടമാണ്, നമ്മൾ ഇതുപോലുള്ള ആളുകളുണ്ട്. ഇപ്പം എസൻസ് സംബന്ധിക്കുന്ന അല്ലെങ്കിൽ എസൻസ് മുന്നോട്ട് വയ്ക്കുന്ന ലിറ്റ്മസിന്റെ പ്രോഗ്രാമിന്റെ തന്നെ പ്രധാനപ്പെട്ട ഉദ്ദേശം വിസിബിലിറ്റിയാണ്. അപ്പൊ ഒരു വിസിബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളത് ഒരു സമൂഹത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം. ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്കിപ്പോ എൻ്റെ ഒരു ആവശ്യത്തിന് അല്ലെങ്കിൽ ഞാൻ എന്നെ പോലെ കുറച്ചധികം ആളുകൾ ഈ നാട്ടിലുണ്ടെന്നുള്ള ആ വിസിബിലിറ്റിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതുപോലെ തന്നെയാണ് ഈ മതം ഉപേക്ഷിച്ചാലും ഇവിടെ ജീവിക്കാനും നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനും ഒക്കെ പറ്റുന്നുണ്ട്. അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഇല്ല, ഞാൻ ചോദിച്ച ഒരു സിമ്പിൾ ചോദ്യമാണ്. ഈ ഇസ്ലാം മതം ഉപേക്ഷിച്ചവർ നിരീശ്വരവാദികളാണോ ഇല്ലയോ? തീർച്ചയായിട്ടും ആരിഫാണ്. അല്ല, ഞാൻ പറയുന്നത് ഇസ്ലാം മതം ഉപേക്ഷിച്ചവരെല്ലാവരും എക്സ് മുസ്ലിം എന്ന് പറയുന്നവരെല്ലാവരും നിരീശ്വരവാദികളാണോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും വിഷയം. പക്ഷെ അവര് ഒരേപോലെ എല്ലാ മതത്തെയും വിമർശിക്കുന്നില്ല. മറ്റ് നിരീശ്വരവാദികളെ വിമർശിക്കുന്ന മാതിരി അവരെല്ലാ മതത്തിനെയും വിമർശിക്കുന്നില്ല. അവർ ഇസ്ലാം മതത്തിനെ മാത്രം വിമർശിക്കുന്നു. ഒരു സെലക്റ്റീവ് ആൻഡ് ടാർഗറ്റിംഗ് ആയിട്ടാണ് അത് ചെയ്യുന്നത്. ഞാൻ അവരുടെ സ്റ്റേറ്റ്മെന്റുകളോട് ഞാൻ യോജിക്കുന്നുണ്ട്. ഞാൻ അവരെ നിന്ന് ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഞാൻ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ എക്സ് മുസ്ലിം എന്ന് പറയുന്നവർ നിരീശ്വരവാദത്തിലോട്ട് വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനല്ല. എന്താണ് നിരീശ്വരവാദം എന്നുള്ളതാണ് നാസ്തിക്യം. അതായത് ദൈവത്തിലില്ലാത്ത ദൈവനിരാസമാണ് അടിസ്ഥാന പ്രശ്നം. ദൈവം എന്തിന്റെ ഉൽപ്പന്നമാണ്? ആ മതത്തിന്റെ ഉൽപ്പന്നമാണ്. മതത്തെ ഇറ്റ്സെൽഫ് അവർ ഉപേക്ഷിക്കുകയാണ്. അതിന്റെ ഉപോൽപ്പന്നമായി അവർ ദൈവത്തെ എതിർത്ത് പറയുന്നുണ്ട്. ആരിഫിന്റെയൊക്കെ വീഡിയോകൾ, ജാമിദ ടീച്ചറിന്റെ വീഡിയോകൾ അത് തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം, മറ്റേതെങ്കിലും മതത്തെ പോലെയല്ല. ജനിച്ച് വീണ് അതിന് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഈ മതത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ ജീവിച്ചു വരുന്ന ആളുകൾ ഇത് എതിർത്തു പറയുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ നാസ്തികത. മതത്തെ ഉപേക്ഷിച്ചിട്ടാണല്ലോ പുറത്തേക്ക്. അവർ ആ മതത്തിന് മാത്രമേ ഉപേക്ഷിക്കുന്നുള്ളൂ. ദൈവം എന്നുള്ള സ്വത്വത്തെ അവർ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എനിക്കുള്ള സംശയം. തീർച്ചയായിട്ടും ദൈവത്തിന് ഉൾക്കൊള്ളണമെങ്കിൽ അതിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ, അതിന്റെ ഇപ്പോ ഇസ്ലാം മതത്തിൽ തന്നെ ഏകദേശം 12ഓളം ശാഖകളുണ്ട്, ഒരുപാട് ശാഖകളുണ്ട്. അതില് ചിലര് മാത്രമേ ഇദ്ദേഹത്തെ അംഗീകരിക്കുന്നുള്ളൂ. നമ്മൾ പോലും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് മതം ഉപേക്ഷിക്കുന്ന മുസ്ലിങ്ങളെ കുറിച്ച്, ഇസ്ലാം മതം ഉപേക്ഷിക്കുന്ന വിശ്വാസികളെ കുറിച്ച് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ എക്സ് മുസ്ലിം എന്നൊരു ടാഗ് ഉള്ളത് കൊണ്ടല്ലേ? അല്ല, ഞാൻ പറയുന്നത് അപ്പോൾ ആ വിസിബിലിറ്റി അവർക്ക് കിട്ടിയില്ല. അല്ല, ഞാൻ പറഞ്ഞത് എക്സ് മുസ്ലിമിനെ ഞാൻ എതിർക്കുന്നില്ല. എക്സ് മുസ്ലിം എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ നിരീശ്വരവാദികളാണ് എന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷെ അവർ എക്സ് മുസ്ലിം ആയിട്ട് മതത്തിനെ മാത്രം എതിർക്കുന്നത് കൊണ്ടാണ്. കുറച്ചുകൂടി തീർച്ചയായിട്ടും ഇവരെല്ലാവരും തന്നെ മതം ഉപേക്ഷിച്ച ആളുകളാണ്. എനിക്കൊരു വ്യക്തിപരമായി വളരെ ക്ലോസ് ടു ആയിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച്. എനിക്ക് ഇവരായിട്ട് നേരിട്ട് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നപ്പോഴത്തേക്ക് ചോദിക്കേണ്ടി വന്നത്. ഇപ്പം ഞാൻ ഇപ്പം ഹിന്ദു മതം ഉപേക്ഷിക്കുകയാണെങ്കിൽ ഞാൻ എക്സ് ഹിന്ദു എന്ന് പറഞ്ഞിട്ട് നടക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഞാൻ മതത്തിൽ ഇഷ്ടമല്ല, ഞാൻ പോകുന്നില്ല. എൻ്റെ രണ്ടാമത്തെ മകൻ അവൻ അമ്പലത്തിൽ പോകുന്നില്ല. അപ്പോൾ അവൻ്റെ അപ്പൂപ്പൻ പിടിച്ചടിക്കാൻ ഞാൻ അവൻ അമ്പലത്തിൽ പോകണ്ടെങ്കിൽ പോകണ്ട. അവന് പോകണമെന്ന് തോന്നിയാലേ പോവുള്ളൂ, തോന്നുമ്പോൾ പോയാൽ മതി. അതുവരെ പോകണ്ട. അവൻ ആരും ശിക്ഷിക്കാനൊന്നും പോകില്ല മതത്തിൽ പോയില്ല എന്നും പറഞ്ഞുകൊണ്ട്. അത് അവരുടെ ഒരു ഇപ്പം ഈ പറഞ്ഞ മാതിരി ഇതിനകത്തൊരു ഇൻഡിവിജ്വൽ ഫ്രീഡം ഇസ്ലാം മതത്തിൽ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അത് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്നുള്ള രീതിക്കാണ് ഒരു സ്ട്രിക്ചേഴ്സ് ഉണ്ട്. ഹിന്ദു മതത്തിൽ ആ സ്ട്രിക്ചേഴ്സ് ഇല്ല. ക്രിസ്തു മതത്തിൽ വേണമെങ്കിൽ പോവാം, ഇല്ലെങ്കിൽ പോവില്ല, ഇല്ലെങ്കിൽ ചില ആചാരങ്ങളിലുള്ള വിലക്ക് മാത്രമേ വരത്തുള്ളൂ. പക്ഷേ ഈ ഞാനീ പറയുന്നത് ഈ എക്സ് മുസ്ലിം ആയിട്ടുള്ള ഗ്രൂപ്പുകൾ അവർ മുസ്ലിം എന്ന് അവർ നാസ്തികരായിട്ട് നിന്നാൽ പോരെ. നാസ്തികരായിട്ട് നിൽക്കുമ്പോഴത്തേക്കല്ലേ അവർക്ക് കൂടുതൽ ബലം കിട്ടുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അവർ എക്സ് മുസ്ലിം എന്നൊരു ഐഡന്റിറ്റിയിൽ അറിയപ്പെടുന്നതിനുള്ള പൊളിറ്റിക്കൽ കാര്യങ്ങളും ഇപ്പം നമ്മളിവിടെ സംസാരിക്കാനുണ്ടായ കാരണം ഈ എക്സ് മുസ്ലിം ആയിട്ട് വരുന്നവർ ഇപ്പം സൽമാൻ റുഷ്ദിയും പിന്നെ തസ്ലീമ നസ്രീൻ ഇങ്ങനെ ഇന്റർനാഷണലായിട്ട് ഇസ്ലാം മതത്തിനെതിരെ സംസാരിച്ചവരുണ്ടാവും. ഏത് മതത്തിനെതിരെ സംസാരിക്കുന്നവർക്കും മതത്തിലുള്ളവരുടെ എതിർപ്പുണ്ടാവും. അപ്പോൾ നേരത്തെ ക്രിസ്തുവിൻ്റെ ആറാം തിരുമുറവും എന്നും പറഞ്ഞുകൊണ്ട് കേരളത്തിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വിശ്വാസം സംബന്ധിച്ചിടത്തോളം ആരെയും വിശ്വാസത്തെ വ്രണപ്പെടുത്താതെ തന്നെ നമുക്ക് വിശ്വാസി അല്ലാതിരിക്കാം. ഒരാളുടെ മതവികാരത്തെ വ്രണപ്പെടുത്താതെ തന്നെ നമുക്ക് അവിശ്വാസിയായിട്ടിരിക്കുക. അതിനകത്ത് ആരും സ്റ്റോപ്പ് ചെയ്യുന്നില്ല. പക്ഷേ ഈ അവിശ്വാസം ഒരു വിശ്വാസമായി പ്രചരിപ്പിക്കുന്നിടത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ഈ ജാമിദ ടീച്ചറായാലും ജബ്ബാർ മാഷായാലും
ആരിഫ് ഹുസൈനൊക്കെ ആയാലും ഇങ്ങനെ കുറേ ഒത്തിരി പേരുണ്ട്. അപ്പം ഇവർക്കൊക്കെ എൻ്റെ കൺസേൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർക്കൊക്കെ ആവശ്യമുള്ള സെക്യൂരിറ്റി ഗവൺമെൻറ് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. സെക്യൂരിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സംഭവിക്കാൻ കാത്തിരിക്കും, നമ്മളത് ഡാമേജ് കൺട്രോൾ. പക്ഷേ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തൊരു സെക്യൂരിറ്റി എന്തായാലും അവർക്ക് കൊടുക്കാറില്ല. പലർക്കും അങ്ങനെ പല തീവ്രവാദി സംഘടനകളിൽ പെട്ടവരും ആക്രമിക്കുന്നത് സെക്യൂരിറ്റി കുറഞ്ഞ ആൾക്കാരെ നോക്കിയിട്ടാണ്. പിന്നെ എന്താ പറയുക, ഈസി ടാർഗറ്റുകൾ, സോഫ്റ്റ് ടാർഗറ്റുകൾ എന്ന് പറയുന്നത് സോഫ്റ്റ് ടാർഗറ്റുകളാണ് ആക്രമിക്കുന്നത്. അപ്പം ഇത്തരം ഒരു ഡിവൈഡ് വരുമ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞ മാതിരി ഇവർക്കെല്ലാം ത്രെട്ട് ഉണ്ടെങ്കിൽ അതിനാവശ്യമുള്ള സെക്യൂരിറ്റി കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് എൻ്റെ കൺസേൺ. ഇപ്പോൾ അവർക്ക് ഒരു മീറ്റിംഗ് കൂടുന്നതിനും അവർ ഒരുമിച്ചിരിക്കുന്നതിനും അവരെ ആശയങ്ങൾ പങ്കുവെക്കുന്നതിനും മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കുന്നതിനും എല്ലാം നമുക്ക് സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഇവർക്ക് ഉണ്ടായി വരുന്ന സെക്യൂരിറ്റി ത്രെട്ട് വളരെ കൂടുതലാണെന്നും അത് ഇന്നലെ കണ്ട ഒരു തോക്ക് വിവാദം തന്നെ ആൾക്കാർ കണ്ടിട്ട് പോലീസിനെ അറിയിക്കുകയാണ് ചെയ്തത്. പോലീസുകാർ ഇത് പരിശോധിച്ചിട്ടല്ല അകത്തോട്ട് കടത്തി വിട്ടത് എന്നുള്ളിടത്താണ് എൻ്റെ കൺസേൺ. ഇത് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് അതൊരു കേരളത്തിൽ കത്തുന്ന ഒരു വർഗീയ കലാപമായിട്ട് ചിലപ്പോൾ മാറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു സെക്യൂരിറ്റി റിസ്ക്കോ അല്ലെങ്കിൽ ത്രെട്ടോ അല്ല അത് വരുന്നത്. അത് വിശ്വാസത്തിൻ്റെ പുറത്തുള്ള ഡിവിഷൻ വരികയും അത് പിന്നീട് ഒരു അക്രമമായിട്ട് വരുന്നതിനുള്ളൊരു സാധ്യതയാണ് എൻ്റെ കൺസേൺ ആയിട്ടുള്ളത്. അതിപ്പം നിരീശ്വരവാദികളോ അല്ലെങ്കിൽ എസൻസോ അല്ലെങ്കിൽ ലിറ്റ്മസോ ഇതൊന്നും നമുക്ക് വിഷയമല്ല. ഇവർക്കൊക്കെ വരുന്ന അവരൊക്കെ നമ്മുടെ സഹജീവികളാണ്. ആരിഫ് ഹുസൈൻ എന്തായാലും എക്സ് മുസ്ലിം ആയതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കേട്ടതും മനസ്സിലാക്കിയതും പഠിച്ചതും ഒക്കെ. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട വ്യക്തിത്വങ്ങളാണ് അവരൊക്കെ. പക്ഷേ അവരൊക്കെ ഓരോ വീഡിയോ കൊടുക്കുമ്പോഴത്തേക്കും ഈശ്വര അടുത്തെന്താവുമെന്ന് നമ്മൾ പലപ്പോഴും പേടിക്കാറുണ്ട്, നമ്മൾ ആശങ്കപ്പെടാറുണ്ട്. ആ ആശങ്ക ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചു. തീർച്ചയായിട്ടും.